അല്ല, എന്നെ സ്റ്റോപ്പ് ചെയ്യാറില്ല. ആക്ച്വലി ഞാനും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ ഇരിക്കാറുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ട് തന്നെയുള്ള രീതിയിലാണ്. ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടത് ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് ഞാൻ ആക്ടിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കൂടെ ബിസി ആയതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാനും ശ്രമിച്ചേനെ തീർച്ചയായിട്ടും. അതിലൊരു സംശയമില്ല. ഇതൊക്കെ തന്നെയാണ് അതിന്റെ തിരക്കുകൾക്കിടയിൽ. അപ്പോൾ ഒരു ബാലൻസ് ആണല്ലോ നമുക്ക് റൈറ്റേഴ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആവും. ചിലപ്പോൾ അവരൊരു ആലോചന വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ആലോചിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നമ്മളങ്ങ് ഡിസീവ്ഡ് ആയി പോയിട്ട് നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൾസ് ഭയങ്കര കടിച്ചു പിടിച്ചിരിക്കുമ്പോൾ എഴുത്തങ്ങനെ നടക്കുന്നുണ്ട്. ഇല്ല, റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് എപ്പോഴും റൂൾസിനെ ഫോളോ ചെയ്യണമെന്നില്ല. റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത്. അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത്. പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധി വരെ വിശ്വസിക്കുന്നു. കാരണം സിനിമയ്ക്ക് എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ്. അത് ഇപ്പോൾ നല്ല ഒരു സാഹിത്യം, ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെയല്ല സ്ക്രീനിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത്.